മാത്സിയോൺ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റിന്റെ ഫ്രീ എക്സാം സീരീസിലെ രണ്ടാമത്തെ എക്സാമിന്റെ സൊല്യൂഷൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ അതിൽ ഫസ്റ്റ് പോർഷൻ ലീനിയർ ആൾജിബ്രയിൽ നിന്നായിരുന്നു. ലീനിയർ ആൾജിബ്രയിലെ ഫസ്റ്റ് ക്വസ്റ്റൻ ഇതാണ്. ലെറ്റ് ദ റാങ്ക് ഓഫ് ദ മെട്രിക്സ്, ഒരു 3x3 മെട്രിക്സ് തന്നിട്ടുണ്ട്, is 1, then the value of A is dash. സോ ഇതിൽ നമുക്ക് ഈ മെട്രിക്സിന്റെ റാങ്ക് 1 ആണെങ്കിൽ എയുടെ വാല്യൂ എന്താണെന്നാണ് കാണേണ്ടത്. സോ റാങ്ക് 1 ആകണമെങ്കിൽ ഈ ഒരു മെട്രിക്സിന്റെ 3 റോകളും അല്ലെങ്കിൽ 3 കോളംസും ലീനിയർലി ഡിപ്പെൻഡന്റ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ റാങ്ക് 1 ആകുള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ ജസ്റ്റ് റോ ബേസ് ചെയ്തിട്ടൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുവാണെങ്കിൽ R1 ഉണ്ട്, R2 നമുക്ക് നോക്കുവാണെങ്കിൽ ഈ എ ഉള്ള ടേംസ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും R2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -2 R1 ആണ്. R2 ആ രീതിയിലാണ് ഉള്ളത്. അതുപോലെ R3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് -R1. ഈ ഫോമിൽ ആണെങ്കിൽ R2 R3 ഇങ്ങനെയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് R2 ആൻഡ് R3 ആർ ഡിപ്പെൻഡന്റ് ഓൺ R1. അപ്പൊ ഒരൊറ്റ ലീനിയർലി ഇൻഡിപെൻഡന്റ് റോയേ ഉള്ളൂ, ദാറ്റ് ഇസ് R1. അതുകൊണ്ട് തന്നെ റാങ്ക് ഓഫ് ദിസ് മെട്രിക്സ് ഇസ് 1 എന്ന് പറയാം. അപ്പം ഇങ്ങനെ ആകണമെങ്കിൽ R2 R3 ഈ ഫോമിൽ ആകണമെങ്കിൽ ജസ്റ്റ് നമുക്ക് R3 മാത്രം നോക്കാം. 1 - 1 R3യിലെയും R1ലെയും ഫസ്റ്റ് എലമെന്റ്സ് നോക്കുവാണെങ്കിൽ അതെ, അതുപോലെ തന്നെ സെക്കൻഡ് എലമെന്റ്സും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ തേർഡ് എലമെന്റും കൂടെ ആ ഒരു നെഗറ്റീവ് ഓഫ് R1 എന്നുള്ള കാര്യം സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് റാങ്ക് 1ലേക്ക് പോകാൻ സാധിക്കും. സോ ദെയർഫോർ നമുക്ക് എന്ത് പറയാൻ പറ്റും, A + 1 ഷുഡ് ബി ഈക്വൽ ടു -5 എന്നാൽ മാത്രമേ റാങ്ക് 1ലേക്ക് പോകുള്ളൂ അല്ലെ. സോ ഇവിടുന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റും, A is equal to -5 - 1 which is equal to -6. സോ A equal to -6 എന്നുള്ള ആൻസർ ഇവിടെ ഓപ്ഷൻ സി ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇനി വേണമെങ്കിൽ R2 ബേസ് ആയിട്ട് നമുക്ക് ഇതേ കാര്യം ചെയ്ത് നോക്കാം. R2ലെ ഫസ്റ്റ് എലിമെന്റ് 2 ആണ്, R1ലുള്ളത് -1 ആണ്. സോ R2 is equal to -2 R1 എന്ന് നമുക്ക് അറിയാം. സോ ദെയർഫോർ നമുക്ക് എങ്ങനെ കൂടെ പറയാൻ പറ്റും, A - 4 ഷുഡ് ബി ഈക്വൽ ടു -2 into R1. സോ -2 into 5 അല്ലെ. ദാറ്റ് മീൻസ് A - 4 is equal to -10 ആണ്. ദെയർഫോർ അവിടുന്ന് നമുക്ക് A equal to -6 എന്ന് കിട്ടും. സോ രണ്ട് റിലേഷൻസിൽ നിന്നും നമുക്ക് A equal to -6 എന്ന് പ്രൂവ് ചെയ്യാൻ സാധിക്കും. ഇനി ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് റോ എക്കലോൺ ഫോം വെച്ചിട്ട് ഈ മെട്രിക്സിനെ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാം. അവിടെ നിന്നും നമുക്കത് കിട്ടും. പക്ഷെ എളുപ്പത്തിൽ എക്സാമിന് പെട്ടെന്ന് നമുക്ക് സോൾവ് ചെയ്യാൻ ഇത്തരം ട്രിക്സ് ആണ് നല്ലത്. അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻ, നമുക്ക് 3 ഇക്വേഷൻ ഒരു സിസ്റ്റം ആണ് വിത്ത് 2 വേരിയബിൾസ്. ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻ ഇസ് കൺസിസ്റ്റന്റ് വെൻ k ഈക്വൽ ടു ഡാഷ്. അപ്പം ഈ ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ കൺസിസ്റ്റന്റ് ആണെങ്കിൽ കെയുടെ വാല്യൂ എന്താണെന്നാണ് ചോദ്യം. നമുക്കപ്പം ഈ സിസ്റ്റം ഓഫ് ഇക്വേഷൻസിനെ മെട്രിക്സ് ഫോമിലേക്ക് എഴുതാം. മെട്രിക്സ് ഫോമിലേക്ക് എഴുതുമ്പോൾ ഇതൊരു നോൺ ഹോമോജീനസ് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ആണ്. സോ നമുക്ക് AX ഈക്വൽ ടു B എന്നുള്ള ഫോമിലേക്ക് എഴുതാൻ സാധിക്കും. വേർ A ഇസ് ദി കോഎഫിഷ്യന്റ് മെട്രിക്സ്. A നമുക്ക് 2 1 1 - 3 3 4 എന്ന് എഴുതാൻ സാധിക്കുകയും X എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ XY ആണ്. ആൻഡ് B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ 5 - 1 K ആണ്. അപ്പം ഈ ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ കൺസിസ്റ്റന്റ് ആകണമെങ്കിൽ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യണം. സിസ്റ്റം ഇസ് കൺസിസ്റ്റന്റ് implies solution exists. അത് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും, ദിസ് implies rank of A should be equal to rank of AB അല്ലെ. അതായത് AB എന്ന മെട്രിക്സ് നമ്മൾ എഴുതുവാണെങ്കിൽ എങ്ങനെയായിരിക്കും വരിക, 2 1 5 1 - 3 -1 3 4 K. ഇതിന്റെ റാങ്കും റാങ്ക് ഓഫ് എയും ഈക്വൽ ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും സിസ്റ്റം കൺസിസ്റ്റന്റ് ആണ്. സോ നമുക്ക് ഇതിന്റെ റാങ്ക് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ആദ്യം തന്നെ ചെയ്യുന്നത് R2 ചേഞ്ചസ് ടു R1, R2 ഇന്റർചേഞ്ച് വിത്ത് R1 ആണ് ആദ്യം ചെയ്യുന്നത്. സോ നമുക്ക് 1 - 3 -1 2 1 5 3 4 K. ഇനി ഇതിന്റെ നെക്സ്റ്റ് ദിസ് ഇസ്
R2 interchange with R1. നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ നമുക്ക് 1ന്റെ താഴെയുള്ള പിവറ്റ് എലമെന്റിന് താഴെയുള്ള രണ്ട് എലമെന്റ്സും 0 ആക്കണം. സോ അതിന് ചെയ്യാൻ പോകുന്നത് ഇങ്ങനെയാണ്. R2 ചേഞ്ചസ് ടു R2 മൈനസ് 2R1, അതുപോലെ R3 ചേഞ്ചസ് ടു R3 മൈനസ് 3R1. ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1 മൈനസ് 3 മൈനസ് 1 0, then 1 minus 6, 1 minus minus 6, that is 7, 5 minus minus 2, that is again 7, ഇവിടെ 0 ആണ്. then 4 minus minus 9, അപ്പോൾ നമുക്ക് ഇവിടെ 13 എന്ന് കിട്ടും. ഇവിടെ നമുക്ക് k plus 3 എന്ന് കിട്ടും. സോ ഇവിടെ നമ്മുടെ സിസ്റ്റം കൺസിസ്റ്റന്റ് ആവണമെങ്കിൽ നോക്കൂ, നമ്മുടെ സെക്കൻഡ് റോ കണ്ടാൽ 0 7 7 ആണ്, തേർഡ് റോ 0 13 k plus 3 ആണ്. സോ സിസ്റ്റം കൺസിസ്റ്റന്റ് ആകണമെങ്കിൽ k plus 3 ഷുഡ് ബി ഈക്വൽ ടു 13. ദാറ്റ് മീൻസ് k ഈസ് ഈക്വൽ ടു 13 മൈനസ് 3, ദാറ്റ് ഈസ് ഈക്വൽ ടു 10. k 10 ആണെങ്കിൽ നമുക്ക് ഈ റോ എന്ന് പറയുന്നത് 0 13 13 എന്നായിട്ട് മാറും. സോ നമുക്ക് ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന ട്രാൻസ്ഫോർമേഷൻ എന്താണോ, സെക്കൻഡ് റോയും തേർഡ് റോയും ഒരേപോലെ മൂവ് ചെയ്യും, ഒരേപോലെ ബിഹേവ് ചെയ്യും. സോ റാങ്ക് ഓഫ് എ വിൽ ബി ഈക്വൽ ടു റാങ്ക് ഓഫ് എ ബി. ഓഗ്മെന്റഡ് മെട്രിക്സിന്റെ റാങ്കും എയുടെ മെട്രിക്സ് എ എന്ന മെട്രിക്സിന്റെ റാങ്കും ഈക്വൽ ആയിരിക്കും. സോ സിസ്റ്റം കൺസിസ്റ്റന്റ് ആയിരിക്കും. Therefore ആൻസർ k equal to 10. k equal to 10 എന്ന് പറയുന്നത് നമ്മുടെ ഓപ്ഷൻ ഡി ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നമുക്ക് രണ്ട് വെക്ടർ സ്പേസസ് തന്നിട്ടുണ്ട്, W1 and W2. അങ്ങനെയാണെങ്കിൽ ഈ തന്നിട്ടുള്ള ഓപ്ഷൻസിൽ ഏതാണ് കറക്റ്റ്? W1 എന്ന് പറയുന്ന വെക്ടർ സ്പേസ് A 2A 0 such that A belongs to R, and W2 എന്ന് പറയുന്ന വെക്ടർ സ്പേസ് set of all A0 minus A such that A belongs to R. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ളതിൽ ഏതൊക്കെയാണ് R3യുടെ സബ്സ്പേസുകൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. നമുക്കറിയുന്ന ഒരു കാര്യമാണ്, ഇഫ് W1 and W2 ആർ സബ്സ്പേസസ് ഓഫ് എ വെക്ടർ സ്പേസ് V, അങ്ങനെയാണെങ്കിൽ W1 പ്ലസ് W2 അതുപോലെ W1 ഇന്റർസെക്ഷൻ W2 എന്നിവ ഓൾറെഡി സബ്സ്പേസസ് ആയിരിക്കും. ഇനി W1 യൂണിയൻ W2 സബ്സ്പേസ് ആവണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. ഇഫ് ആൻഡ് ഓൺലി ഇഫ് വൺ ഈസ് കണ്ടെയ്ൻഡ് ഇൻ അനദർ, അതായത് ഒന്നുകിൽ W1 ഷുഡ് ബി ഇൻസൈഡ് ഓഫ് W2 അല്ലെങ്കിൽ W2 ഈസ് കണ്ടെയ്ൻഡ് ഇൻ W1. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? W1 യൂണിയൻ W2 ഒരു സബ്സ്പേസ് ഓഫ് V ആണെന്ന് പറയാം. ഇല്ലെങ്കിൽ, അങ്ങനെ ഒരു കണ്ടീഷൻ നമുക്ക് തന്നിട്ടില്ലെങ്കിൽ വി കനോട്ട് ജനറലി സേ ദാറ്റ് W1 യൂണിയൻ W2 is also a subspace. നമുക്കത് പറയാൻ സാധിക്കില്ല. സോ നമ്മുടെ ഓപ്ഷൻസ് നോക്കി കഴിഞ്ഞാൽ W1 plus W2 is a subspace of R3 but W1 union W2 is not. അതൊരു കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ? സോ ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത്. ബാക്കി ഓപ്ഷൻസ് കൂടെ നോക്കാം. W1 plus W2, W1 union W2 are both subspaces of R3. ശരിയല്ല, W1 union W2 എപ്പോഴും സബ്സ്പേസ് ആകണമെന്നില്ല. ഓപ്ഷൻ സി ആണെങ്കിൽ നെയ്തർ W1 plus W2 nor W1 union W2 is a subspace. തെറ്റാണ്. W1 union W2 is a subspace but W1 plus W2 is not. അതും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സോ കറക്റ്റ് ആൻസർ ഇവിടെ ഓപ്ഷൻ എ ആണ്. ലീനിയർ ആൾജിബ്രയിൽ മറ്റൊരു ചോദ്യം നോക്കൂ. Let T be a linear transformation on R3 which is defined like T of x1, x2, x3 is equal to 3x1, x1 minus x2, 2x1 plus x2 plus x3. അങ്ങനെയാണെങ്കിൽ T ഇൻവേഴ്സ് എന്താണ്? ജനറൽ ആയിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാലോ. T of x1, x2, x3 ഈക്വൽ ടു എ ബി സി ആണെങ്കിൽ, ഇത് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഡിഫൈൻഡ് ഓൺ R3 എന്ന് തന്നിട്ടുണ്ട്. സോ നമ്മുടെ ഇമേജും R3യിൽ തന്നെയായിരിക്കും ഉണ്ടാകുക അല്ലെ? സോ എ ബി സി ആണെങ്കിൽ ഇൻവേഴ്സിനെ നമുക്ക് എങ്ങനെ സൂചിപ്പിക്കാം? T ഇൻവേഴ്സ് ഓഫ് എ ബി സി വിൽ ബി ഈക്വൽ ടു x1, x2, x3. അപ്പൊ ഇവിടെ നമുക്ക് ഈ എ ബി സി എന്ന് പറയുന്നത് ഈ ട്രാൻസ്ഫോർമേഷന്റെ ഇമേജ് ആയിരിക്കുമല്ലോ. സോ നമുക്കൊന്ന് എടുത്ത് എഴുതി കളയാം. എ ബി സി ഇസ് ഈക്വൽ ടു, ഇവിടുത്തെ കേസിൽ 3x1
x1 minus x2 2x1 plus x2 plus x3 ആണ്. അപ്പം ഇവിടെ നമുക്ക് എ ബി സി എന്താണെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. നമുക്ക് a is equal to 3x1 എന്ന് കിട്ടി. a is equal to 3x1. അതായത് x1 is equal to a by 3 എന്ന് പറയാൻ സാധിക്കും. ഇനി അതുപോലെ b എന്താണ്? b is equal to x1 minus x2 ആണ്. അപ്പം ഇവിടുന്ന് നമുക്ക് x2 is equal to എന്തെന്ന് പറയാൻ സാധിക്കും? x1 minus b ആണ്. x1 എന്ന് പറഞ്ഞാൽ ഓൾറെഡി a by 3 ആണ്. a by 3 minus b എന്നുള്ള രീതിയിൽ നമുക്ക് x1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് a by 3 എന്ന് കിട്ടി. x2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a by 3 minus b എന്ന് കിട്ടി. ഇനി നമുക്ക് x3 കൂടെ കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് മൂന്നാമത്തെ റിലേഷൻ c is equal to 2x1 plus x2 plus x3 എന്ന് കിട്ടും. That means x3 is equal to c minus 2x1 minus x2 ആണ്. That is equal to c minus 2 into x1 ന് പകരം a by 3 എന്ന് കൊടുക്കാം, മൈനസ് x2 ന് പകരം a by 3 മൈനസ് b, സോ പ്ലസ് b എന്ന് വരും. സോ ഫൈനലി ഇതൊന്ന് നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ c പ്ലസ് b, ഇവിടെ ഇത് മൈനസ് a എന്ന് വരും അല്ലേ, മൈനസ് a. സോ x1 x2 x3 കിട്ടി. സോ നമുക്ക് therefore എന്ത് എഴുതാൻ പറ്റും? t ഇൻവേഴ്സ് ഓഫ് a b c ഈസ് ഈക്വൽ ടു x1 x2 x3 ആണ്. സോ x1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് a by 3 ആണ്, x2 എന്ന് പറഞ്ഞാൽ a by 3 മൈനസ് b ആണ്, ആൻഡ് c എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ c പ്ലസ് b മൈനസ് a ആണ്. സോ ഇവിടെ ടി ഇൻവേഴ്സ് ഓഫ് എ ബി സിക്ക് പകരം x1 x2 x3 എന്നാണ് നമ്മുടെ ഓപ്ഷൻസിൽ കൊടുത്തിട്ടുള്ളത്. സോ അതുപോലെ തന്നെ എക്ക് പകരം x1, ബിക്ക് പകരം x2, സിക്ക് പകരം x3 എന്നുള്ള രീതിയിൽ നമ്മൾ എഴുതുവാണെങ്കിൽ ടി ഇൻവേഴ്സ് ഓഫ് x1 x2 x3 എന്നുള്ളത് നമുക്ക് എന്ത് കിട്ടും? x1 by 3 x1 by 3 minus x2 ആൻഡ് മൈനസ് x1 പ്ലസ് x2 പ്ലസ് x3. ഇതാണ് നമ്മളുടെ ട്രാൻസ്ഫോർമേഷന്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത്. ഇത് ഏതാണ് ഓപ്ഷൻ? നോക്കുവാണെങ്കിൽ നമുക്കത് ഓപ്ഷൻ സി ആണെന്ന് നമുക്ക് മനസ്സിലാക്കും. സോ ഇവിടെ ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. സോ ലീനിയർ ഓൾജിബ്ര എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് നമ്മുടെ സെക്കൻഡ് എക്സാമിൽ ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ് ഇത്രയായിരുന്നു. 4 ചോദ്യങ്ങളാണ് ലീനിയർ ഓൾജിബ്രയിൽ നിന്നുണ്ടായത്. അടുത്തത് ഗ്രൂപ്പ് തിയറി ആൻഡ് നമ്പർ തിയറി എന്ന് പറയുന്ന ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസ് ആണ്. അത് നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ ചെയ്യാം. താങ്ക് യു.